ഞാൻ ഡോക്ടർ സ്മിത വെനു, ഗ്രീൻമെഡ് വെയ്റ്റ് മാനേജ്മെൻറ്റ് ക്ലിനിക്, അടൂർ. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ഇതേവർക്കും സുപരിചിതമായ ഒരു പരസ്യവാചകമാണ്. എന്നാൽ എല്ലാവർക്കും സന്തോഷം ലഭിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. മനുഷ്യ ജീവിതം തന്നെ സന്തോഷം തേടിയുള്ള ഒരു യാത്രയാണ്. ആ യാത്രയിൽ സന്തോഷം ലഭിക്കുന്നത് വളരെ കുറച്ച് പേർക്ക് മാത്രം. നമുക്കും അതിലൊരാളാകേണ്ടേ? അതിന് പോസിറ്റീവ് മനോഭാവം വളർത്തിയെടുത്താൽ മതി. കേൾക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി നമുക്ക് തോന്നിച്ചേക്കാം. പ്രത്യേകിച്ച് പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരാൾ വന്ന് നമ്മളോട് ബി പോസിറ്റീവ് എന്ന് പറഞ്ഞ് ഉപദേശിക്കാൻ തുടങ്ങിയാൽ നമുക്കാർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മളല്ലേ അനുഭവിക്കുന്നത്, അവർക്ക് ഉപദേശിച്ചാൽ പോരെ എന്ന് നമ്മൾ ചിന്തിക്കും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. വേനലിന് പുറകെ മഴ എത്തുന്നത് പോലെ ദുഃഖത്തിന് പുറകെ സുഖം ഉറപ്പായിട്ടും എത്തും. കുറച്ച് നീണ്ടു നിൽക്കുന്ന കഷ്ടകാല സമയങ്ങളിൽ നമ്മളെല്ലാവരും നമുക്ക് ചുറ്റുപാടുമുള്ളവരുടെ ജീവിതം ഒന്ന് അസസ് ചെയ്യാറുണ്ട്. അപ്പോൾ ചിലർക്കെങ്കിലും ഒരു പ്രശ്നങ്ങൾ കണ്ടെത്തുവാൻ നമ്മൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. അന്ന് ഈശ്വരനോട് പറയും, എന്തുകൊണ്ട് എനിക്ക് ഈ ദുരിതങ്ങൾ തന്നു, നീ മറ്റുള്ളവർക്കിത് കൊടുത്തില്ലല്ലോ എന്ന്. എന്നാൽ പുറത്ത് പറയുവാൻ പോലും കഴിയാത്ത വേദനകൾ ഉൾക്കൊണ്ടായിരിക്കും അവർ ജീവിക്കുന്നത് എന്നതാണ് സത്യം. ഈ വസ്തുത, അതായത് സുഖദുഃഖങ്ങൾക്ക് മുൻപിൽ മനുഷ്യർ തുല്യരാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ ഏത് പ്രതികൂല സാഹചര്യത്തെയും പോസിറ്റീവാക്കി മാറ്റുവാൻ നമ്മൾക്ക് കഴിയും. ഈ പോസിറ്റീവ് മനോഭാവമാണ് നമുക്ക് ചുറ്റുമുള്ള സഹജീവികളോട് സ്നേഹവും സഹാനുഭൂതിയും ജനിപ്പിക്കുന്നത്. അത് പരോപകാരത്തിന് വഴിയൊരുക്കുകയും അത് സ്വീകരിക്കുന്നവരുടെ നന്ദി നമ്മുടെ മനസ്സിൽ ശാന്തിയും സന്തോഷവും പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഈ ശാന്തതയിലാണ് അവനവൻ്റെ മേഖലയിൽ ഉയരുവാൻ വേണ്ട പുതുപുത്തൻ ആശയങ്ങൾ ഉരുത്തിരിയുന്നത്. നിങ്ങൾ നോക്കൂ, മാനസിക സന്തോഷത്തിൽ നിന്ന് നമ്മൾക്ക് ലഭിച്ചത് എന്താണ്? ഭൗതിക അഭിവൃദ്ധി. അതുപോലെ മനസ്സും ശരീരവും തമ്മിൽ അഭേദ്യമായ ബന്ധം ഉള്ളതിനാൽ മാനസിക സന്തോഷത്തിന് രോഗങ്ങളെ അകറ്റി നിർത്തുവാനും കഴിയുന്നു. അതിനാൽ എല്ലാവരും പോസിറ്റീവായ മനോഭാവം ഉൾക്കൊണ്ട് സമൂഹത്തിൽ തന്നെ പരിവർത്തനമുണ്ടാക്കാൻ ശ്രമിക്കണം. ഈ പോസിറ്റീവ് മനോഭാവത്തിന് പുറമേ മനുഷ്യൻ്റെ സന്തോഷകരമായ മാനസിക അവസ്ഥയ്ക്ക് കാരണമാകുന്നത് ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന 4 തരം ഹോർമോണുകളാണ്. അവയാണ് എൻഡോർഫിൻ, സെറോട്ടോണിൻ, ഡോപ്പമിൻ, ഓക്സിറ്റോക്സിൻ. ഇവയെ ഹാപ്പി ഹോർമോൺസ് എന്നാണ് വിളിക്കുന്നത്. ഇവയുടെ കുറവാണ് ജീവിതം വിരസമാകുവാൻ കാരണമാകുന്നത്. അതിനാൽ അവയെ വേണ്ട രീതിയിൽ ഉത്തേജിപ്പിച്ച് ജീവിതം മനോഹരമാക്കി മാറ്റണം. ആദ്യമായി ഡോപ്പമിൻ. ഇത് ഫീൽ ഗുഡ് ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. എന്തും ചെയ്യുവാൻ നമുക്കൊരു മോട്ടിവേഷൻ നൽകുന്നതും പഠനശേഷി, ഓർമ്മശക്തി, ശ്രദ്ധ എന്നിവ വർദ്ധിപ്പിക്കുവാനും നമ്മെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. രണ്ടാമതായി സെറോട്ടോണിൻ. ഒരു മൂഡ് സ്റ്റെബിലൈസറാണ്. ഡിപ്രഷനിൽ നിന്ന് നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നല്ല വിശപ്പ് നിലനിർത്തുന്നതിനും ദഹനം മെച്ചപ്പെടുത്തുന്നതിനും നല്ല ഉറക്കം നൽകുന്നതിനും അവ സഹായിക്കുന്നു. എൻഡോർഫിൻ ശരീരത്തിൻ്റെ സ്വാഭാവിക വേദന സംഹാരി, വേദനയും സമ്മർദ്ദവും കുറയ്ക്കുന്നു. ഓക്സിറ്റോക്സിൻ ലവ് ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു കുഞ്ഞിൻ്റെ ജനനത്തിന് സഹായിക്കുന്നതും ഓക്സിറ്റോക്സിൻ ആണ്. ഓക്സിറ്റോക്സിൻ്റെ കുറവാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ കാരണമാകുന്നത്, അതായത് പ്രസവാനന്തര ഡിപ്രഷന് കാരണമാകുന്നത്. ഇപ്പോൾ എന്താണ് നമ്മുടെ ജീവിതം സന്തോഷകരമാക്കി തീർക്കുന്നതെന്ന് നമ്മൾ കണ്ടുവല്ലോ. ഇനി ഈ ഹാപ്പി ഹോർമോൺസിനെ എങ്ങനെ ഉത്തേജിപ്പിക്കാമെന്ന് അടുത്ത വീഡിയോയിൽ പറയാം.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ദയവായി അഭിപ്രായങ്ങൾ അറിയിച്ചുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ